നമസ്കാരം സുഹൃത്തുക്കളെ, മുംബൈ മലയാളി യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇപ്പോൾ ഞാൻ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയ കണ്ടൻറ്റുകൾ, അഭിപ്രായങ്ങൾ ദയവായി രേഖപ്പെടുത്തുക. അപ്പോൾ ഇന്നത്തെ കണ്ടൻറ്റ് എന്ന് പറയുന്നത് വേടൻ എന്ന റാപ്പ് ഗായകൻ നമ്മുടെ കേരളത്തിലെ നാട്ടിലൊക്കെ ഇങ്ങനെ കലാപരിപാടികൾ അവതരിപ്പിച്ച് വിജയകരമായി അദ്ദേഹം അത് നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ വന്നിരിക്കുന്ന ആരോപണങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേരിലുണ്ടാകുന്ന വിവാദങ്ങൾ ഇതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഈ അടുത്ത സമയത്ത് കേട്ട വിവാദങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് മാധ്യമങ്ങളിലൊക്കെ കൂടി പലരും പൊട്ടിഘോഷിക്കുകയും കാര്യങ്ങൾ ഒത്തിരി വഷളാക്കുകയും അത് അദ്ദേഹത്തിന് ഗുണകരമായി അത് അദ്ദേഹം വീണ്ടും വൈറലാകുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ അത് രാഷ്ട്രീയമാക്കിയെടുക്കുകയും ചെയ്തിട്ടുണ്ട് പല രാഷ്ട്രീയ കക്ഷികളും. ഇത് മോദിക്കെതിരെ ആരോപണം ആയിട്ടാണ് അദ്ദേഹത്തെ ആൾക്കാർ വിലയിരുത്തിയത്. കാരണം അദ്ദേഹം റാപ്പ് ഗാനത്തിൽ ഉൾപ്പെടുത്തിയ ഒരു പാട്ടെന്ന് പറയുന്നത് കുറേ വർഷങ്ങൾക്ക് മുമ്പേ അദ്ദേഹം പാടിയതാണ്. എത്ര വർഷം മുമ്പാണെന്ന് ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിനെ അറിയുന്നത് തന്നെ ഈ ഒരു വിവാദം വന്നതിന് ശേഷമാണെന്നുള്ളത് എൻ്റെ ഒരു പോരായ്മയായിരിക്കാം. എന്തായാലും പുതിയ ജനറേഷനിൽ അദ്ദേഹത്തിന് നല്ല സ്വീകാര്യത ഉണ്ടായിട്ടുണ്ട്, അത് കേരളത്തിൽ പ്രത്യേകിച്ച്. അപ്പം അദ്ദേഹം മോദിയെ ട്രോളിക്കൊണ്ടുള്ള ഒരു ഗാനം ആലപിച്ച് അതാണിപ്പോൾ വിവാദമായിരിക്കുന്നത്. അപ്പോൾ ഈ വേടൻ ഈ അടുത്ത സമയത്ത് വിവാദത്തിൽ വന്നത് അങ്ങനെയൊന്നും അല്ലല്ലോ, എല്ലാവർക്കും അറിയാം. അത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, മാധ്യമങ്ങളിലൊക്കെ വന്നതാണ്. അദ്ദേഹം കൈവശം വെച്ചിരുന്ന ഒരു സാധനം പിടികൂടുകയും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും തിരിച്ചുടനെ തന്നെ വിട്ടയക്കുകയും ചെയ്തു. അത് രാഷ്ട്രീയ സാഹചര്യത്തിൽ, ഇപ്പോഴത്തെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ അവരുടെ താല്പര്യപ്രകാരമാണ് എന്നൊക്കെ പറയുന്നു. കാരണം അദ്ദേഹം ഒരു പ്രശസ്തനായ ഒരു ആളായതുകൊണ്ട് അദ്ദേഹം ചെയ്തു പോയ തെറ്റിന് അദ്ദേഹം കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട് പോലും. അതായത് മാധ്യമങ്ങൾക്ക് മുന്നിൽ അദ്ദേഹം പറഞ്ഞു, അത് എനിക്ക് പറ്റിയ തെറ്റാണ്, ഞാൻ അത് എല്ലാവരും എന്നെ അനുകരിക്കരുത്. അപ്പോൾ അനുകരണീയമായ രീതിയിൽ ഇദ്ദേഹം പരിപാടികൾ അവതരിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ അദ്ദേഹം ഒരു ആരാധകർ കൂടുമ്പോൾ തീർച്ചയായും അതൊരു പബ്ലിസിറ്റി ആയി മാറുമല്ലോ. അപ്പോൾ എന്തായാലും അദ്ദേഹം അത് പറഞ്ഞത് അദ്ദേഹത്തിനെ നമ്മൾ അഭിനന്ദിക്കണം, അദ്ദേഹത്തെ അപ്രീഷിയേറ്റ് ചെയ്യണം. ഈ വേടൻ എന്ന് പറയുന്ന ഈ കലാകാരനെ എന്തായാലും ഏത് കലയാണെങ്കിലും അത് അവതരിപ്പിക്കുന്ന രീതിയിലും അവതരണ ശൈലി കൊണ്ടും അവർ ശ്രദ്ധേയമാകുകയാണെങ്കിൽ അത് അവരുടെ മിടുക്ക് തന്നെയാണ്, കഴിവ് തന്നെയാണ്, അതിന് യാതൊരു സംശയവുമില്ല. അപ്പോൾ ഈ അടുത്ത സമയത്ത് പക്ഷേ ഈ വിവാദമായിരിക്കുന്ന മറ്റൊരു വിഷയം എന്ന് പറഞ്ഞാൽ ഏതാനും വർഷങ്ങൾക്ക് മുമ്പേ അദ്ദേഹം ട്രോളിക്കൊണ്ട് പാടിയ മോദിക്കെതിരെ അത് അദ്ദേഹം പാടിയിരിക്കുന്നു. അത് എല്ലാവരും കേട്ടു, അത് സത്യമാണ്. അപ്പോൾ മോദിക്കെതിരെ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അദ്ദേഹം ട്രോളിയ ആൾ മോശക്കാരനൊന്നുമല്ല. കാരണം ഇന്ത്യയിലെ ഏതൊരു പൗരനും ആരാധിക്കപ്പെടാൻ അർഹതയുള്ള ഒരു വ്യക്തിത്വം തന്നെയാണ് പ്രധാനമന്ത്രി മോദിജി എന്ന് പറയുന്നത്. ലോകത്തെ ആരാധ്യനായ ഒരു നേതാവ് തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തെ പ്രധാന ഭാഗങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഗാനത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം ട്രോളിയെങ്കിൽ അത് അദ്ദേഹത്തിന് പ്രശസ്തി കിട്ടാനുള്ള ഒരു ഉപാധിയായി കണ്ടുകൊണ്ടോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും സ്വാധീനം അതിനകത്തുണ്ടോ എന്നൊന്നും ഇനി നമുക്കറിയില്ല, അത് നമുക്ക് പറയാനൊക്കില്ല. അപ്പോൾ എന്തായാലും അദ്ദേഹം മോദി എന്ന പേര് ഉച്ചരിച്ചു എന്നുകൊണ്ട് അദ്ദേഹത്തെ ഇത്രയധികം വിവാദത്തിൽ കൊണ്ടുവരേണ്ട കാര്യമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം മോദി എന്ന് പറയുന്ന ഒരാളെ ആർക്ക് വേണമെങ്കിലും ട്രോളാം. അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിനെതിരെ എന്ത് ആരോപണങ്ങളോ എന്ത് വേണമെങ്കിലും അദ്ദേഹത്തെ പറഞ്ഞു. പക്ഷേ ദേശത്തിനെതിരെ, രാജ്യത്തിനെതിരെ പറയരുതെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ സ്ഥിതിക്ക് അദ്ദേഹത്തെ ആർക്ക് വേണമെങ്കിലും ട്രോളാം. അത് അദ്ദേഹത്തെ പ്രത്യേകിച്ച് പ്രധാനമന്ത്രി എന്നെടുത്ത് പറഞ്ഞതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഈ വേടൻ എന്ന് പറയുന്ന റാപ്പ് ഗായകൻ്റെ ഗാനത്തിൽ അദ്ദേഹം പാടിയിരിക്കുന്നത് മോദി കൊള്ളക്കാരൻ, അങ്ങനത്തെ ആൾ, ഇങ്ങനത്തെ ആളെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഏത് മോഡിയാണെന്ന് നമുക്ക് എങ്ങനെ നിശ്ചയിക്കാനോ? ഒരുപക്ഷെ അദ്ദേഹത്തിന് അത് തിരുത്തി വേണമെങ്കിൽ പറയാം, വിവാദമായാൽ, കേസായാൽ. അദ്ദേഹം ഉദ്ദേശിച്ചത് മറ്റു മോദിയാണ്, ഇദ്ദേഹത്തെ അല്ല. പ്രധാനമന്ത്രി എന്ന് അദ്ദേഹം പറയുന്നില്ലല്ലോ. അപ്പോൾ എന്തായാലും നമ്മൾ ഈ വിവാദ കാര്യങ്ങളിൽ ഏർപ്പെടുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഒരാളെ വിവാദത്തിലാക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് ഇത് വേടൻ എന്ന് പറയുന്ന റാപ്പ് ഗായകന് തന്നെ കിട്ടിയ ഒരു ഗുണമായിട്ടാണ് ഞാൻ കരുതുന്നത്. അദ്ദേഹത്തിൻ്റെ പഴയ വീഡിയോ എന്താണെന്ന് ഞാനും കേട്ട് നോക്കി അന്നപ്പം. അപ്പോൾ അദ്ദേഹത്തിന് റീച്ച് കിട്ടുന്നു, അദ്ദേഹത്തിൻ്റെ വീഡിയോകൾ അല്ലെങ്കിൽ അദ്ദേഹത്തെ പാടിയ പാട്ട് ഇതൊക്കെ പ്രശസ്തമാകുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് മനസ്സിലാകേണ്ട ഒരു കാര്യം, ഇന്ന് ഇപ്പം വിവാദത്തിൽ കൊണ്ടുവരാൻ ആൾക്കാർക്ക് ഒരു പ്രത്യേക താല്പര്യമുണ്ട്, അത് മനസ്സിലാക്കുക. അപ്പോൾ എന്തായാലും അതങ്ങനെ ആയിക്കോട്ടെ എന്നാണെങ്കിൽ ഓക്കെ, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഈ അടുത്ത സമയത്ത് മറ്റൊരു കാര്യം, ഈ നീരജ് ചോപ്ര എന്ന് പറയുന്ന നമ്മുടെ ജാവലിൻ താരം, അദ്ദേഹം പാകിസ്ഥാനിൽ നിന്ന് ഉള്ള ഇപ്പോഴത്തെ ഒളിമ്പിക് റെക്കോർഡ് ഹോൾഡർ, ഒളിമ്പിക് ചാമ്പ്യനുമായ അദ്ദേഹത്തെ വിളിച്ചു, ഒരു പരിപാടിയിലേക്ക് വിളിച്ചു എന്നാണ് അറിയുന്നത്. ഇന്ത്യയിൽ നടക്കുന്ന ഒരു അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ക്ഷണിച്ചു എന്നാണ് അറിയുന്നത്. അപ്പോൾ അതിനെതിരെ ഈ അടുത്ത സമയത്ത് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിൽ പലരും വിവാദമാക്കുകയും അദ്ദേഹം പറഞ്ഞത് തെറ്റായിപ്പോയി, അങ്ങനെ അത് പിൻവലിക്കണം, അങ്ങനെ ഒരാളെ വിളിക്കേണ്ട ആവശ്യമില്ല. കാരണം പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമിനെ പോലും നമ്മൾ ക്ഷണിക്കുകയോ അവിടെ പോയി കളിക്കുകയോ ഒന്നും ചെയ്യാത്ത ഒരവസ്ഥയിൽ അതങ്ങനെ വിവാദമാക്കി. അപ്പം ഞാൻ പറയുന്നത് അദ്ദേഹം വളരെ ലാഘവത്തോടുകൂടി പറഞ്ഞത് തന്നെയായിരിക്കാം. ഒരുപക്ഷെ അദ്ദേഹം
അത് മനഃപൂർവ്വം അങ്ങനെ ഒരാളെ വിളിക്കണമെന്ന് കരുതിയിട്ടുള്ളതല്ല. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു കമ്പാരിറ്റീവായിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അതേ കളിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരാളെ അദ്ദേഹം ക്ഷണിച്ചു എന്നുള്ളൂ. അദ്ദേഹത്തിനും കൂടി കമ്പീറ്റ് ചെയ്യാവുന്ന തരത്തിലുള്ള ഒരു സ്ട്രോങ് സ്പോർട്സ് താരത്തിനെ അദ്ദേഹം വിളിച്ചു എന്ന് മാത്രം മനസ്സിലാക്കുക. അതുതന്നെയാണ് അദ്ദേഹം പറഞ്ഞതും രണ്ടാമത് വെളിവാക്കിയതും. ആൾക്കാർ അത് വിവാദമാക്കിയപ്പോൾ മാധ്യമങ്ങളോടോ അല്ലെങ്കിൽ പുറത്ത് അദ്ദേഹം പറഞ്ഞ കാര്യം അറിയുന്നത്, അത് പ്രത്യേകിച്ച് അങ്ങനെ ഒരു വിവാദം ഉണ്ടാക്കേണ്ട കാര്യമില്ല. ഞാൻ അദ്ദേഹത്തെ ഒരു സ്പോർട്സ് മാൻ സ്പിരിറ്റിൽ അല്ലെങ്കിൽ സ്പോർട്സ് താരം എന്നോട് ഒപ്പം പങ്കെടുത്ത എൻ്റെ അതേ ഇനത്തിൽ കളിക്കുന്ന ഒരാളെന്ന നിലയിൽ അദ്ദേഹത്തെ ക്ഷണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ എന്ന്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള വിവാദങ്ങൾ പല രീതിയിൽ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ നമ്മൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതുപോലെയുള്ള വിവാദത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പ് ഇത് എന്തിന് ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഈ വിവാദത്തിലേക്ക് പോകുന്നത് എന്നൊന്ന് ആലോചിക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ ഒക്കെ അങ്ങനെയൊക്കെ തന്നെ ആയിക്കോട്ടെ, കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണെങ്കിൽ ഓക്കെ, പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പം ഞാൻ ഈ ഒരു സബ്ജക്റ്റ് ഇതിലൂടെ എടുത്തത് കാര്യം, എന്നാൽ നമുക്ക് ആവശ്യമില്ലാത്ത ചില കാര്യങ്ങൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ കണ്ടുവരുന്നുണ്ട് ഒരു പ്രവണത. അപ്പോൾ അതിനൊക്കെ സമയം ഇന്ന് മാത്രം ആൾക്കാർക്കുണ്ടല്ലോ എന്ന് നമ്മൾ ചിലപ്പോൾ അത്ഭുതപ്പെട്ടു പോകും. തീർച്ചയായിട്ടും അപ്പം സമയം കണ്ടെത്തി ചെയ്യുന്നവരായിരിക്കാം, അങ്ങനെയും ഉണ്ടാകും. ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കട്ടെ. മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ വീണ്ടും കാണാം. നന്ദി.